ഇന്ന് ഞാൻ തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്നതിന് മുന്നേ എന്റെ സനമോളെ കാണാൻ പോവാണ്. അളിയനും അമ്മായി എന്നെ ബസ് സ്റ്റോപ്പ് കൊണ്ടാക്കി. അങ്ങനെ നമ്മുടെയൊക്കെ സ്വന്തം KSRTC ബസ് കയറി ഞാൻ ഇനി എന്റെ സനയുടെ അടുത്തേക്ക് പോവാണ്. വഴിന്ന് കണ്ടൊരു ചേട്ടന്റെ അടുത്ത് വഴിയും ചോദിച്ചിട്ടാണ് ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് എനിക്ക് അറിയുന്ന ഒരു ആന്റീനൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ കയറി. നടക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ ഇവളെ വീടിന്റെ അടുത്ത് മൊത്തം പച്ചപ്പാണ്. വീഡിയോ എടുക്കുന്നുണ്ടോ അപ്പൊ എന്നെ വീഡിയോ എടുക്കല്ലേടി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടിയോളൂ. അകത്ത് കയറി പിന്നുണ്ടേനു ഓളെ കളിപ്പിച്ച് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഓളെയോളെ ഹസ്ബൻഡിന്റെ കുറച്ച് ക്യൂട്ട് ഫോട്ടോസ് ഞാൻ അവിടെ കണ്ടത്. പിന്നെ ഓക്കൊണ്ടൊന്ന് പൊതിയും കൊണ്ട് ഞാൻ ഇരിപ്പായി. പിന്നെയാണ് ഇവരുടെ കുറെ കലാവിരുദ്ധമൊക്കെ ഞാൻ കണ്ടത്. പിന്നെ ഇന്നുവിന്റെ വക ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഒരു സ്വരം എന്നറിയോ ഗൈസ്. പിന്നെ സാനിയനെ കൊണ്ടൊരു ഹായ് കാണിച്ചു. അത് മെയിൻ ആണല്ലോ. പിന്നെ ഒരു വത്തക്ക വെള്ളം കുടിച്ചു. ഓളെ കലാവിരുദ്ധം കാണിച്ചു തരുന്ന ഏതോ കാലത്ത് വാങ്ങിച്ച മുട്ടായിന്റെ കവറും കുറെ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടാണ് പെണ്ണ്. അതിൽ ഞാൻ എന്റെ ഫോട്ടോയും കണ്ടു ഗൈസ്. ഇവക്കിനോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഈ പട്ടി എനിക്ക് കുട്ടി എനിക്ക് തരാതെ നിന്ന നാഫോ ചോക്ലേറ്റിന്റെ കവറാണ് നിങ്ങൾ കണ്ടത്. ഇവളെ ഞാൻ പട്ടിയെന്ന് വിളിക്കുന്നത് പലർക്കും ഒരു പ്രശ്നമാണ്. ഞാൻ അറിയാതെ വിളിച്ചതാണ്. മുൻകൂർ ജാമ്യം എടുത്തിക്കണേ. ഇവള് തിന്നെടുത്ത ചോക്ലേറ്റിന്റെ പടം മൊത്തം ഞാൻ ആ ബുക്ക് കണ്ടു. ഇവക്ക് ഷുഗർ വരാത്തത് ഭാഗ്യം. അങ്ങനെ ഇന്നുവിനോടും ഡാറ്റ പറഞ്ഞ് ഫിദുവിനോടും ഡാറ്റ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. എങ്ങോട്ട്? പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. എങ്ങോട്ടോ. അൺസൈക്കിൾ ആണ് ഇവളെ ക്യൂട്ട്നെസ് ഇടയിൽ. ഇപ്പൊ സനേന്റെ ഫാൻസ് കണ്ടോളൂ. അവൾ എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതും ആരാന്റെ പറമ്പിലുള്ള ചെമ്പരത്തി വെച്ചിട്ട്. എവിടെയാ പോയി അടുത്ത വീഡിയോയിൽ ഇടാം ഗൈസ്. അപ്പൊ അത്രയുള്ളൂ. ബൈ.